ആണോ അവൻ കള്ളനാണോ കൊള്ളക്കാരനാണോ ഒന്നും ഞങ്ങൾ നല്ലവനാണോ? അപ്പോൾ ഇത്രയും നല്ലൊരു സേവനം നടത്തുന്ന എൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ പാവപ്പെട്ടവരാണെങ്കിൽ വൈദ്യസഹായമോ മരുന്നോ ഞാൻ നൽകാൻ ഈ ട്രസ്റ്റിൻ്റെ പേരിൽ എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ വരും, ചെയ്യും, നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജീവകാരുണ്യം നഷ്ടപ്പെടാത്ത ഒരൊറ്റ ഡെപ്പോസിറ്റ് ഭൂമിയിലുള്ളൂ, കാരുണ്യം. ബാക്കി നിങ്ങളുടെ ശരീരം, സമ്പത്ത്, വിദ്യാഭ്യാസം, സ്വർണം, പിച്ചള, ചെമ്പ്, സ്ഥലമൊക്കെ നശിക്കും. പക്ഷേ ഈ കാരുണ്യം മാത്രം നശിക്കില്ല. അതുകൊണ്ട് ഈ ഒരു സംസ്കൃത ശ്ലോകം ചൊല്ലിക്കൊണ്ട്, ഇവിടെ ഉള്ളവർക്കൊന്നും സംസ്കൃതം അറിയില്ല. ഞാൻ അനവധി ഭാഷ, അനവധി മതത്തെ പറ്റി പഠിച്ച ആളാണ്, 35 കൊല്ലമായി. അപ്പോൾ ഒരു സംസ്കൃത ശ്ലോകം നിങ്ങൾ പഠിക്കണം. അതെന്താ വെച്ചാൽ, അനിത്യാദി ശരീരാണി വിഭവോ നൈവ സംസ്കൃത നിത്യം സന്നിഹിതോ മൃത്യു കർമ്മോ കർമ്മണ്യ സംഗ്രഹം. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങളുടെ ശരീരം നശിക്കും, സമ്പത്ത് നശിക്കും, ആരോഗ്യം നശിക്കും, ലോകം വെട്ടിപ്പിടിച്ചൊക്കെ നശിക്കും. ആകെ നശിക്കാത്തത് കാരുണ്യം, നന്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നന്മ ചെയ്തുകൊണ്ട് ഈ ജീവിത കാലയളവിൽ ഒരു ഇൻഡെലിബിൾ സിഗ്നേച്ചർ, മായാത്ത കയ്യൊപ്പോ, ഈ ചെറിയവനോ വലിയവനോ ആയിക്കോട്ടെ, ഒരു ഉറുമ്പോ ആനയായിക്കോട്ടെ, നിങ്ങൾ നന്മ ചെയ്ത് ഈ ലോകത്തിന് എല്ലാവരും മാതൃക കാണിച്ച് ഈ ചത്തുപോകുമ്പോൾ നമ്മൾ മയ്യത്ത് നമസ്കാരം ഒന്നും കൊണ്ടുപോയില്ല. ഈ ഭൂമിയിൽ 2 കൈയും പുറത്തേക്ക് ഇട്ടിട്ടാണ് ഓരോരുത്തർ പോകുന്നത്. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ടാണ് ഓരോരുത്തർ മരിക്കാൻ പോകുന്നത്. വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ, ഒരു നാഡീരോഗ വിദഗ്ധൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട്, ഈ അട്ടപ്പാടിക്ക് വേണ്ടി ഞാൻ അനവധി പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസം ചെയ്യാത്ത സഹായങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ മോശം അനുഭവങ്ങളുണ്ട്. അട്ടപ്പാടി അഴിമതിയുടെയും ലഹരിയുടെയും കൂത്തരങ്ങാണ് അട്ടപ്പാടി. ഇത് ഇന്ത്യൻ പ്രസിഡന്റിന് പലതവണ റിപ്പോർട്ട്, അതിൻ്റെ നടപടിക്രമങ്ങൾ അട്ടപ്പാടി നടന്നുകൊണ്ടിരിക്കുക. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ നടപടിയെടുത്തു. അതിനും തുരങ്കം വെച്ച മൃഗന്മാരുണ്ട്. എവിടെ നോക്കിയാലും അഴിമതി, ലഹരിയാണ് ഇവിടെ. അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അട്ടപ്പാടി ആകെ നന്മയുള്ള സ്ഥലമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഈ എലൈറ്റ് ട്രസ്റ്റിൻ്റെ ഭാരവാഹിയും ആദരണീയ സഫർ അലി സാറിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് എന്ത് ചികിത്സ വേണമെങ്കിൽ ഞാൻ സൗജന്യമായിട്ട് തരാം എന്ന ഉറപ്പ് തന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.